സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഉസ്മാനിയ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ വിജയം എന്ന് തന്നെയാണ് ഉസ്മാനിയ ഇതിനെ കണക്കാക്കുന്നത്. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രി പദമല്ലാതെ മറ്റൊന്നും ഏൽക്കാൻ തയ്യാറല്ല എന്ന പിടിവാശിയിൽ നിൽക്കുമ്പോൾ അതിനെ പിന്തുണച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പോൾ മുസ്ലിം ലീഗ് എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ ആവാനാണ് ഇനി കേരള ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ തെറ്റായ പ്രവർത്തനങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകില്ല എന്ന് ഈ രാജ്യത്തെ UDF പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന പരമാർത്ഥമാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ ഭരണചക്രം ആര് പിടിക്കണം എന്ന് തീരുമാനിക്കാൻ മുസ്ലിം ലീഗിന് യോഗ്യതയുണ്ട് എന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഈ മറ്റു ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ പലരും വിചാരിച്ചിരുന്നു ഡൽഹിയിൽ നടക്കുന്ന ചർച്ച കേരളത്തിലേക്ക് മാറ്റേണ്ടി വരും. എന്തിനാണ് AICCയിൽ പോയി അവിടെ പോയി ഡൽഹിയിൽ പോയി അടയിരിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തോടെ തീരുമാനമായിട്ടില്ലെങ്കിൽ ചർച്ച കേരളത്തിലേക്ക് മാറ്റണമെന്ന് ഉസ്മാനിയ വാർത്ത ചെയ്ത് ഡിലീറ്റ് ചെയ്തതാണ്. മനസ്സിലായോ? ഇന്നത്തോടെ തീരുമാനമായില്ലെങ്കിൽ ചർച്ച കേരളത്തിലേക്ക് മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഉസ്മാനിയ അഭ്യർത്ഥിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇന്നൊരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു. കാരണം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 40 ഡിഗ്രി ചൂടിലും 45 ഡിഗ്രി ചൂടിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് പല ജില്ലകളിലും പല ഡിഗ്രി ചൂടാണ്. ഈ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ കതറിന് കഞ്ഞിമുക്കാൻ പോലും ശേഷിയില്ലാത്ത പ്രവർത്തകർ വളരെ പ്രയാസപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 102 സീറ്റ്. ഈ 102 സീറ്റ് എന്നാൽ ഇതിൽ ഇത്രയും വലിയ തിളക്കമാറുന്ന വിജയത്തിന് മങ്ങലേൽപ്പിച്ച 3 നേതാക്കന്മാർക്ക് പിടിവാശി തന്നെ ആയിരുന്നു. അവിടെ മുസ്ലിം ലീഗ് തന്നെ വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ UDFൻ്റെ 102 സീറ്റിൻ്റെ വിജയത്തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഏതായാലും 10 ദിവസമായാലും സംഭവം ഒരു തീരുമാനത്തിൽ എത്തിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് 11ാം ദിവസം ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു. സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ